നമസ്കാരം. സായി കൃഷ്ണ സ്കൂളിന് മുന്നിലാണ്. പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് ഒരുപിടി നല്ല ആശയങ്ങൾ പഠിക്കുവാൻ കൗതുകമായ നിരവധി ആശയങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. കാഴ്ചകൾ കണ്ട് തിരിച്ചു വരാം. ചെങ്കൽ സായി കൃഷ്ണ പബ്ലിക് സ്കൂളിൽ പ്രവേശിച്ചാൽ മറ്റേതോ വിദേശ രാജ്യങ്ങളാണോ എന്ന് ഒരുപക്ഷെ സംശയിച്ചു പോകാം. എന്നാൽ കൃത്യമായ പാഠ്യപദ്ധതി, അതിലുപരി ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതാണ് സ്കൂളിനെ തികച്ചും വ്യത്യസ്തമാക്കുന്നത്. എന്നാൽ പഠനത്തോടൊപ്പം തന്നെ വ്യത്യസ്ത ആശയവുമായി രംഗത്തെത്തിയതോടെ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള വരെ അത്ഭുതപ്പെട്ടു പോകുന്ന നിമിഷങ്ങളായിരുന്നു. ചെങ്കൽ സായി കൃഷ്ണ പബ്ലിക് സ്കൂൾ ഒരു വിദ്യാഭ്യാസ ഹബ്ബായി മാറുമെന്ന് ഗോവ ഗവർണർ തുറന്നു പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ എൻ്റെ പ്രതീക്ഷയൊക്കെ അപ്പുറത്താണ്. ഞാനിങ്ങനെ സാധാരണ ഓർക്കാറുണ്ട്, നമ്മുടെ പുഴയിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക്, ആ ഒഴുക്ക് ഇങ്ങനെ ഒഴുകിപ്പോകുന്ന നിമിഷം നമുക്ക് തോന്നും ഇതെല്ലാം അവിടെ കെട്ടി നിൽക്കുന്ന വെള്ളമെല്ലാം ഒന്നാണെന്ന് തോന്നും. പക്ഷെ ഒരിക്കൽ ഒഴുകിപ്പോയ വെള്ളം പിന്നെ നമുക്ക് തിരിച്ചു കിട്ടില്ല. ചരിത്രവും അതുപോലെയാണ്. നവോത്ഥാന നായകനായ മഹാത്മാ അയ്യങ്കാളിയുടെ പ്രതിമ ഉൾപ്പെടെയുള്ളവ ഇവിടെ സ്ഥാപിച്ചിട്ടുമുണ്ട്. മഹാത്മാ അയ്യങ്കാളി നടത്തിയ സമര പോരാട്ടങ്ങൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനായി ഇത്തരത്തിൽ പ്രദർശിപ്പിച്ചതും പ്രത്യേകതയാണ്. സ്കൂളിനുള്ളിൽ പ്രവേശിച്ചാൽ മഹാരഥന്മാരുടെ പ്രതിമകൾ കാണാം. കൃത്യമായി വരും തലമുറകൾക്ക് നേരിൽ കണ്ട് പഠിക്കുവാനും പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളിൽ വ്യത്യസ്തമായ ആശയങ്ങൾ തീർക്കുകയാണ് സായി കൃഷ്ണ പബ്ലിക് സ്കൂൾ ലക്ഷ്യം വയ്ക്കുന്നത്. 15,000 സ്ക്വയർ ഫീറ്റിൽ 2 തട്ടുകളിലായി ശ്രീനാരായണ ഗുരുദേവൻ്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും മന്നത്ത് പത്മനാഭൻ്റെയും സായിബാബയുടെയും ചട്ടമ്പിസ്വാമികളുടെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും 15 അടി പൊക്കമുള്ള പ്രതിമകളാണ് വ്യത്യസ്തമായ രീതിയിൽ പണികഴിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രതിമകൾക്ക് മുന്നിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവരെക്കുറിച്ചുള്ള ജീവിത ചരിത്രവും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇപ്പം അയ്യങ്കാളിയുടെ ആയാലും ഗുരുദേവൻ്റെ ആയാലും മന്നത്ത് പത്മനാഭൻ്റെ ആയാലും ഇന്ന് കുട്ടികൾക്ക് ആരാണെന്ന് കേട്ടാൽ അറിയില്ല. അതിൻ്റെ ചരിത്രം ജന്മം മുതൽ അദ്ദേഹത്തിൻ്റെ മരണം വരെയുള്ളത് ഹൈലൈറ്റ് ചെയ്ത് അതിന് ലൈറ്റിങ്ങും അതിന് റൈറ്റപ്പും കൂടെ കൊടുത്തതിന് കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നതിനപ്പുറം ടൂറിസ്റ്റുകൾ വന്നാലും നമ്മളുടെ ഈ മഹാ വ്യക്തിത്വങ്ങളെ അറിയണം. അതിലേക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലുള്ള മൂർത്തികളെ ചെയ്യും. അതുപോലെ നടുക്കൊരു മെഡിറ്റേഷൻ സെൻറ്റർ. 5 മിനിറ്റ് കൊണ്ട് നമ്മളുടെ മൊത്തം മൈനസ് നെഗറ്റീവ്സ് എല്ലാം മാറി ഒരു പോസിറ്റീവ്നെസ് വരുന്ന അത്രയും ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു സ്ഥലമാണ്. ആധുനികമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള 100% ഒരു മോഡേൺ സ്കൂളായിട്ട് നമ്മൾ മാറും. മോഡേൺ എന്ന് പറയുമ്പം ഇംഗ്ലീഷ് മാത്രമല്ല. ഞാനിവിടെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നമ്മൾ ബ്രിട്ടനിൽ പോകണമെങ്കിൽ ബ്രിട്ടീഷിന് നമ്മളിവിടെ കൊണ്ടുവന്നു. ബ്രിട്ടീഷ് ടീച്ചറുണ്ട്, ബ്രിട്ടീഷ് സ്റ്റുഡൻസ് ഉണ്ട്. ഈ വില്ലേജിൽ വന്ന് അവർക്ക് പഠിക്കാൻ ഒരുപാട് ആഗ്രഹമാണ്. കാരണം അവിടുത്തെ തണുപ്പിൽ നിന്നൊക്കെ നേച്ചറുമായിട്ട് ചേർന്ന് പഠിക്കുക, ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നത് അവരുടെയൊക്കെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളാണ് നമ്മളിവിടെ ഇല്ലാതാക്കുന്നത്. കുട്ടികളെ അടച്ച ക്ലാസ് റൂമിലിരുത്തി ഓൺലൈൻ പഠിപ്പിച്ച് +2 കഴിഞ്ഞ് പോകുമ്പോൾ ഒരു അൺഹെൽത്തി സ്റ്റുഡൻസാണ് ഈ നാട്ടിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് മാറ്റി ഒരു ഹെൽത്തി സ്റ്റുഡൻസിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതാണ് സായി കൃഷ്ണ ചെയ്യുന്നത്. കുട്ടികൾക്ക് സ്പോർട്സ്, ആർട്ട്, അഗ്രികൾച്ചർ കമ്പൾസറിയാണ്. ഒരു +2 ആകുമ്പോഴാണ് അവരുടെ ഗ്രോത്ത് മാക്സിമം ആവുന്നത്. 12 years 18 years ഒക്കെ ആകുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ആശയം ഇരുകയും നീട്ടി സ്വീകരിക്കുകയാണ് വിദ്യാർത്ഥികളും. GTV ന്യൂസ്, തിരുവനന്തപുരം.